വിധേയത്തിൽ കമ്മീഷൻ പറയുന്നത് എന്താ വെച്ചാല് 33 പള്ളികൾ തകർത്തു. ചെറിയ ദിവസങ്ങളാണ് കേട്ടോ. ഞാനാ പറയുന്നത്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യരുത്, ഒന്ന് പോയിട്ട് അന്വേഷിക്കും. 33 പള്ളി. ഇത് ഷാജി പറയണല്ല, വിധേയത്തിൽ കമ്മീഷൻ പറഞ്ഞ. അതിൽ 15 പള്ളികൾ ഉള്ളയിടത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ പോലും ഒരു പൊടിക്ക് പോലും RSSകാരനില്ല. പിന്നെ എങ്ങനെയാ പള്ളി തകരുക? ഇനി വേറെ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയന് പിണറായി പാറ അറിയാലോ. പിണറായി പാറയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിക്കുന്നത് ഡിസംബർ 30 അർദ്ധരാത്രിയായി. പള്ളി പൊളിക്കാൻ ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നിട്ട് പൊളിക്കാൻ പറ്റില്ലല്ലോ. ചൂട്ടും വെട്ടുമ്പോ കൈക്കന്നെ കൊണ്ടുപോകുന്നു കരുതിയിട്ട് 30 നിർത്തിവെച്ച് ഡിസംബർ 31 ശാന്തി സമാധാനം വരുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു തീർത്തു. പറയുന്നത് ഷാജി അല്ല, വിധേയത്തിൽ കമ്മീഷനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രം തീരുന്നില്ല, അവിടെ ഒരു പ്രതിയുണ്ട്, പേര് കുമാരൻ, സഖാവ് കുമാരൻ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹോദരനാ. അറിയാം നിങ്ങൾ ഈ പൂവിട്ട് പൂജിച്ച് കൊണ്ടു നടക്കണ ഈ സാധനം ഉണ്ടല്ലോ, ഇരട്ട ചങ്കണ്ട് നുണ പറയണ, ഒറ്റ ചങ്ക് പോലും ഇല്ലാത്ത, നടുപ്പുറത്ത് RSSന്റെ മുമ്പിൽ വളച്ചു വെക്കുന്ന, നട്ടല് മാത്രമല്ല എന്റെ പിണറായി വിജയനല്ലേ അയാളുടെ സഹോദരൻ. പ്രതിയാത്രേ ഈ പള്ളിപൊളിയില്, പിണറായി പാറപ്പുറത്തെ പള്ളിപൊളിയില്. എന്നിട്ട് താനൂര് വന്നിട്ട് പറയാണ്, നിങ്ങൾക്കറിയാം ഞാൻ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട്. ചോദിച്ചോ നിങ്ങൾ, തളിപ്പറമ്പിൽ CPM ആക്രമിച്ച വീട്, ആ വീട്ടില് സ്പാനർ ഉപയോഗിച്ചിട്ട് ക്ലോസറ്റ് അഴിച്ചുകൊണ്ടുപോയി. അമ്മാതിരി കള്ളത്തരം. ഒരു ആക്സിഡന്റലി ഒരു കലാപം ഉണ്ടായാൽ എന്താ ചെയ്യുക? അടിച്ചു പൊളിക്കലല്ലേ? അങ്ങനല്ലേ സംഭവിക്കുക? ഇത് അടിയും പൊളിയൊക്കെ പിന്നെ ഊരാവുന്ന സകല സാധനം ഊരിക്കൊണ്ടുപോയിട്ട്, ക്ലോസറ്റ് അടക്കം ഇത് ഊരിക്കൊണ്ടുപോയിട്ടാണ് ഈ സഖാക്കൾ കലാപം നടത്തിയത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങൾ അല്ലെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞില്ല, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നേരം വേണ്ട, പോയി ചോദിക്കുന്ന നാളെ രാവിലെ. തളിപ്പറമ്പിൽ പോ, തലശ്ശേരിയിൽ പോ, നിങ്ങൾ കാണും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി മലപ്പുറത്ത് മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുമ്പോ വടകര താലൂക്കിലും കണ്ണൂർ പ്രാന്തപ്രദേശങ്ങളിലും മറ്റു സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം വിരുദ്ധത കത്തിച്ച് അത് മുതലെടുക്കുക, എന്നിട്ട് മുസ്ലിങ്ങളുടെ കൂടെ നിർത്താൻ. ഇപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി.